ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു റെസിപ്പി ഐസ് ടീ ആണ്. അതേപോലെ കോൾഡ് ലെമൺ ടീ എന്നും പറയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി ഞാൻ ഒരു ലെമൺ എടുത്ത് റൗണ്ട് ഷേപ്പായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടി. അതിനുശേഷം ഞാനിവിടെ 2 ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2 ഗ്ലാസ്സിലും. അത് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് പുതിന ഇല കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് എടുത്ത് വെച്ച ചെറുനാരങ്ങ ഞാൻ 2 പീസായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ടീ ഞാനിവിടെ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്നുണ്ട്. ചൂടാറിയ ശേഷം വേണം ചെയ്യാൻ. ഇനി ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറു ചൂടോട് കൂടിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നല്ലോണം ചൂടാറിയ ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. എനിക്ക് ഇവിടെ തണുപ്പ് അധികം വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെറു ചൂടോടെ ഒഴിച്ചു കൊടുത്തത്. അപ്പം ഞാൻ 2 ഗ്ലാസ്സിലും ടീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് എടുത്തു വെച്ച ലെമണിൽ നിന്ന് ഓരോ പീസ് ഇതേപോലെ ഞാൻ ഗ്ലാസിൻ്റെ 2 സൈഡിലും അതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലെമൺ 1 ഗ്ലാസ്സിന് 1 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ റിഫ്രഷിങ് കോൾഡ് ലെമൺ ടീ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.